പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. ലൂക്കാ 17:5. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിനോട് ഈ അപ്പോസ്തലന്മാർ രണ്ട് കാര്യം ചോദിച്ചിട്ടുള്ളേ. ഒന്നെന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? പിന്നെന്താ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇപ്പം വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാൾ ഉപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ചയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം. അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, പത്തോസാണ് അങ്ങനെ കർത്താവിനോട് ചോദിച്ചത്. ഇതിന് പത്തോസ് അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ്? 2 പത്തോസിൻ്റെ 1:5 പറഞ്ഞതില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും. അതാരാ പറഞ്ഞത്? വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പത്തോസ് പണ്ട് ചോദിച്ചു. ആ പത്തോസിൻ്റെ വിശ്വാസം പിന്നീട് വർദ്ധിച്ചിട്ട് പുതിയ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് പത്തോസ് മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം പത്തോസ് മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി. RSV ബൈബിളിൽ ഇപ്പം മലയാളം ബൈബിളിൽ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് RSV ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത്? ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത്. അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ. ആ ലവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോദര സ്നേഹം മുകളിലുണ്ടല്ലോ, പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല. ആ ലവ് എന്ന് പറയുന്നത് ശരിക്കും വന്നിരിക്കുന്നത് ഉപവിയാണ്. ഉപവിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ഉപവി അവസാനം പറയണത്? ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം. നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാൽ ദാനം, അങ്ങനെയൊക്കെയുള്ള സമർപ്പണം, സ്നേഹം എന്നൊക്കെ ഉള്ളു. ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തിൽ ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ്? ഉപവിയാണ്. അതാണ് ഉപവി. നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല. എൻ്റെ കയ്യും തലയും പിന്നെ പുറത്ത് വരുന്നത് കാണുമ്പോൾ കാണാം. ഒതുങ്ങണില്ല. ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി. മലയാളത്തിന് വേറെ വാക്കില്ല. എന്താ സംഭവം? നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കേണ്ടത് ഈശോ പറയത്തില്ല. മത്തായി 6:3.
നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. അതൊരു ഫിഗറേറ്റീവ് വർത്തമാനമാണ്. പക്ഷെ വലത് ചെയ്യുന്ന ഇടതുകൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്താണ്? രഹസ്യത്തിൽ അറിയുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഉപവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര്, സൽപ്പേര്, നല്ല പേര്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തിത്വം, മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി. പിന്നെന്താണ്? അത് രഹസ്യമാണ്. അത് ആരുതാണ്? അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു, നമ്മുടെ അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു. വന്നാലും നമുക്കൊരു ബന്ധവുമില്ല, അഡ്രസ്സും ഇല്ല, അറിയാനും പാടില്ലാത്ത ആൾക്കാർ, അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. അവരെ ആരായിട്ട് കാണണം? അവരെ യേശുവായിട്ട് കാണണം. അതാണ് ഉപവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ, ഭർത്താവ് നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ആശുപത്രി കിടക്കും, നിങ്ങളവിടെ സ്വറായും പറഞ്ഞിരിക്കും, അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും ബില്ലും കൊടുത്ത് പോരും. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെന്റിലേറ്ററായി പോകും. ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല. അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി, അവർ കുളിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒപ്പുകയാണ്. പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ടോ നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണാണ് അറിയണില്ല. കാര്യം അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല, അവർക്ക് ബോധമില്ല. നല്ല വാക്ക് ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ഇല്ല. എന്നിട്ട് നമ്മൾ ചെയ്യണം ആരാണ്? അപ്പം ഞാൻ രോഗിയായിരുന്നു. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല. മറിച്ച് രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ 1:10-1:5-6 വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ. സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷ് ആൻഡ് കൈൻഡ് ഇല്ലാതെ, ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യതയെ കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉപവി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് സെറ്റെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ല പേരും സൽപ്പേരും മേടിച്ച് ഗുഡ് എന്നൊക്കെ പറഞ്ഞു വന്നത് കാര്യമില്ല. ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയത് മുന്നേ പിള്ളേരെ വരാൻ കണ്ടില്ലേ? ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും. ഒരു ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പറിൽ ഒറ്റ ഗുഡും ഇല്ലാത്ത ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണത്. അതിന് ഉപവി എന്ന് പറയും. ഉടമ്പടിയോടുകൂടി നമ്മുടെ ആരാധനാ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലൂരപ്പറമ്പിൽ നിന്ന് ജെയ്മി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ ലേണഡ് വുമണാണ്. അവരുടെ സാക്ഷ്യങ്ങൾ വളരെ ചിട്ടയായിട്ടും അഭിഷേകസ്നിഗ്ധമായിട്ടാണ് പറയണത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പണ്ട് കുർബാന അർപ്പിച്ചതുപോലെ അല്ല ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത്. കാര്യം എന്താണ്? ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധത്തിലായി, സുരക്ഷിതമായ കൃത്യമായ തുളുമ്പാത്ത ഒരു ബന്ധമായി. അപ്പോഴെന്താ മനുഷ്യർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും.
ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമമെന്ന് പറയണത് എല്ലാവർക്കും ഇത് സാധിക്കും, പക്ഷെ ചിലർ ആ വിഷയത്തിൽ മാത്രമാണ് അടിസ്ഥാനപ്പെടുന്നത്. ഉടമ്പടിക്ക് രണ്ട് അനുഭവ തലങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഉടമ്പടി നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഗ്രോത്തുകളെ അത് നടക്കണുണ്ടോ, എന്തുമാത്രം സ്ലോയാണ് സ്പീഡാണെന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിയോഗങ്ങളെ നിബദ്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വരുന്നൊരു വിഷയം നമ്മുടെ വിഷയബന്ധിയായിട്ട് മാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒരു ഡ്രൈ റിലേഷനായി പോകും. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബയോളജിക്കൽ റിലേഷനുണ്ട്. എന്നുവെച്ചാൽ വളരെ ജൈവപരമായ ഒരു ബന്ധം. അത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ സംഭവം പോകാൻ പോണത്. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്ന ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ് ആൾക്കാർക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുള്ളതെന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ മനുഷ്യൻ ഇപ്പോഴും സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ളത്, സാക്ഷാത്കരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ആത്മീയ നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ദൈവാനുഭവ സാധ്യത എന്ന് പറയുന്നത്. അപ്പം ആരെങ്കിലും തുണിഞ്ഞു കെട്ടി എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണെന്ന് ചിന്തിച്ചാൽ 50% പ്രീമിയമായിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ ദൈവമാണ്. ദൈവമാണ് എൻ്റെ വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരുന്നതുകൊണ്ടല്ല, ആന്തരികമായിട്ടൊരു അഭിഷേക വിധി പ്രകാരം ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ വൈദികൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം വന്നിരുന്നു. വൈദികരുടെ പോലും ഗതികേട് ഇതാണല്ല എന്ന് ഓർത്തിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയണത്, ഇദ്ദേഹം കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു ധ്യാനഗുരുവാണ്, കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. അപ്പം അദ്ദേഹം പറയണത്, എനിക്ക് ഈ കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്. കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു ബഹുമാനപൂർവമായ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. എന്നിട്ട് അതിന് കാരണം പറയണത്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ് അങ്ങേർക്ക് ഡൗട്ടുള്ളത്. അപ്പം അദ്ദേഹം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ ഒരു ഓട്ടിസം രോഗിയെ കൊണ്ടുവന്ന് സുഖപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതാണ് ഇവിടെ ചോദിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കണ ചോദ്യം മനസ്സിലായില്ലേ? ഈ രോഗസൗഖ്യത്തിൻ്റെ ഈ ക്ലെയിമിൽ ഇപ്പോൾ കുറേ അധികം ക്ലെയിംസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഓട്ടിസം രോഗി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ സുഖപ്പെട്ട ഏതെങ്കിലും ചരിത്രമോ സാക്ഷ്യമോ ഉണ്ടോ എന്ന് ചോദിക്കും. ഭവനത്തിൽ നിന്നും കടന്നു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അപ്രതീക്ഷിതമായി എൻ്റെ മനസ്സ് മാറ്റമുള്ള, എനിക്ക് സുബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, എനിക്കൊന്നിനും ഒരു മനസ്സ് കിട്ടാത്തൊരവസ്ഥ, മാനസികമായി വളരെയേറെ മറുതലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി. ഒരു ദിവസം ഞാൻ അടുക്കളയിലേക്ക് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് എനിക്കത് വെച്ചത് ഓർമ്മയില്ല. ഞാൻ പോയി കിടന്നു. 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നും. വന്ന് നോക്കിയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു.
വന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങ് നിൽക്കാൻ ഗ്യാസിൻ്റെ സ്മെല്ല്, വാതിലും ജനലൊക്കെ തുറന്നിട്ടു. രാത്രി 11:30 മണിയായിരുന്നു. എന്നിട്ട് വളരെയേറെ വേദനപ്പെട്ടു നോക്കി. ഒരു അപകടം ഇല്ലാതെ അമ്മ രക്ഷിച്ചു. അതേപോലെ ചെറുതും വലുതുമായ സകല അപകടങ്ങളിൽ നിന്ന് അമ്മ പുത്രൻ വഴി ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരു ദിവസം ഞാൻ കാണുന്നു, ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ബീനയ്ക്ക് ഇത്തിരി കയ്പ് കൊടുക്കുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടില്ല, അടുത്ത ആരൊക്കെ ഉണ്ട്, ആ സിസ്റ്റർ മാത്രമേ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ബീനയ്ക്ക് ഇത്തിരി കയ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൈ എൻ്റെ നേർക്ക് നീട്ടി വരുന്നതായി ഞാൻ കണ്ടു. ഒരു ഗ്ലാസ്സിൽ എന്തോ എനിക്ക് തന്നു. ഞാനത് മേടിച്ച് കുടിച്ചപ്പോൾ അത് വളരെയേറെ മധുരമായിരുന്നു. ഞാൻ തിരിഞ്ഞ് സിസ്റ്ററിനോട് പറഞ്ഞു, ഇത് നല്ല മധുരമാണല്ലോ, കയ്പില്ലല്ലോ സിസ്റ്ററെ. അപ്പോൾ ആ സിസ്റ്റർ അവിടെ കണ്ടില്ല. അതിനുശേഷം ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു, ഒഴുക്കുകൾ. എവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ വരാവോ, സത്യങ്ങളും ഒന്നും തന്നെ അവിടെ ഇല്ലെങ്കിലും ആ സത്യത്തിൽ കൂടെ വളരെയേറെ പ്രതിബന്ധങ്ങൾ കടന്നു വന്നു. അമ്മയുടെ യോഗ്യതകൾ പൂർവ്വം അതെല്ലാം ക്രമപ്പെട്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മകൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് വളരെയേറെ കുടുംബക്കാരിൽ നിന്നും പ്രശ്നങ്ങളായിരുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനങ്ങളെന്ന് പറഞ്ഞതേയില്ല. കുടുംബത്തിൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥന ചാനൽ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ഷാലോമിൽ കൂടിയാണ് ഇവിടുത്തെ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത് തന്നെ ഷാലോം TV കൂടി അറിഞ്ഞതാണ്. അതുപോലെ അങ്ങനെ വളരെയേറെ കുടുംബക്കാരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരു വ്യക്തി കുടുംബത്തിൽ ആ വ്യക്തി വിവാഹം കഴിച്ച് മക്കളായിട്ടൊക്കെ ജീവിക്കുന്നതായിരുന്നു. ഭർത്താവ് മരിച്ചുപോയ വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ആ വ്യക്തിക്ക് ഒരു 2ാം വിവാഹം ആവശ്യമാണെന്ന്. അപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞു, അത് എന്നെക്കൊണ്ട് അതൊന്നിനൊന്നും പറ്റത്തില്ല, കുടുംബത്തെ ആലോചിച്ച് അതൊക്കെ നടക്കുക. അതേ ഞങ്ങൾ അറിയ ഒരു ശത്രുതയുള്ളൂ. ആ വ്യക്തിക്ക് വളരെ ശത്രുതയുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ കുടുംബ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി പ്രാർത്ഥന എടുക്കുമ്പോഴൊക്കെ എൻ്റെ നാവ് മന്ത്രവും തന്ത്രങ്ങളിൽ കൂടി കടന്നു വന്ന എല്ലാ അന്ധകാരങ്ങളും തകർക്കണേന്നൊക്കെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കുന്നത് ഇങ്ങനെ വരുന്നത് പ്രാർത്ഥന അങ്ങനെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയെ ഫോൺ വിളിച്ച് പറയുകയായിരുന്നു, നിന്റെ കുടുംബവും തകർക്കാൻ വേണ്ടി ഞാൻ ചെയ്തപ്പോൾ നിന്റെ മരണം കാത്തിരുന്നതായിരുന്നു, പക്ഷേ മരണം സാധിച്ചില്ല. അങ്ങനെ ആക്രോശിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വഴി നമുക്കെന്ത് ദുരിതം കടന്നു വരുമ്പോൾ അതിൻ്റെതായ സത്യാവസ്ഥകൾ നമുക്ക് വെളിപ്പെടുത്തി തരികയും അതിൻ്റെ ബോധ്യങ്ങളിൽ കൂടി നമ്മളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ ആ സ്നേഹത്തെ ഓർത്ത് എത്ര കോടി നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അമ്മയുടെ യോഗ്യതാപൂർവം നമുക്ക് ഈശോ ചെയ്തു തരുന്ന സകല കോടി നന്മകളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി, സ്തുതി, ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്ഫീന. ഞാൻ കോയമ്പത്തൂരിലിരുന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും വീടാണ് ആലപ്പുഴയിലുള്ളത്. ഞാൻ ജോലി സഹിതം കോയമ്പത്തൂരിലാണ് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ജൂലൈ 12-ാം തീയതി. അന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ നവംബർ 22-ാം തീയതി 2022 ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി. യൂട്യൂബിൽ കൂടി ഒരു ചേട്ടൻ കേസിൻ്റെ കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു, കോഴിക്കോടിലത്തെ ചേട്ടൻ. അപ്പോൾ സാക്ഷ്യത്തിൽ ചേട്ടന് വിജയം വരികയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു കേസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. എനിക്കതിനൊരു നല്ലൊരു തീരുമാനം വരണം മാതാവേ എന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് കേസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2014 എൻ്റെ ഭർത്താവ് ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തിരുന്ന് 1,50,000 രൂപ കടമായിട്ട് മേടിച്ചിരുന്നു.
മാസം 15,000 രൂപ വെച്ച് കൊടുക്കാം, 15 മാസം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് മേടിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ 9 മാസം അത് കൊടുത്ത്, അത് ക്യാഷായിട്ടാണ് കൊടുത്തത്. അതിന് യാതൊരു തെളിവും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. 9 മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ബിസിനസ് നമുക്ക് തകരാറിലായി കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ കേസിട്ട് കീഴ്ക്കോടതിയിൽ വന്ന് എനിക്ക് വിധി വന്നത്, എൻ്റെ അടുത്ത് പൈസ കൊടുത്തതിന് യാതൊരു പ്രൂഫും ഇല്ലാത്തതുകൊണ്ട് 1.5 ലക്ഷം രൂപയും 6 മാസ തടവുമാണ് കേസിൻ്റെ വിധി വന്നത്. അപ്പം ഞാൻ തളർന്ന് പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയും ഈ വിധി തന്നെ വന്നു. 8 വർഷമായിട്ട് ഈ കേസ് നടക്കുകയായിരുന്നു. 2021 ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഹൈക്കോർട്ടിലോട്ട് മാറ്റി അപ്പീൽ ചെയ്തെങ്കിലും അവിടെ എനിക്കിത് ഇതുപോലെ തന്നെ വിധി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കടം കൊടുത്തവരുടെ അടുത്ത് നേരിട്ട് പോയി ഞങ്ങൾ സംസാരിച്ചു. കാര്യം എനിക്ക് 2 ലക്ഷം രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം, ഈ കേസിലിരുന്ന് ഒന്ന് പിൻവലിക്കണം, കാര്യം എനിക്ക് തടവ് ശിക്ഷ ഒന്ന് മാറിക്കിട്ടണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഓരോ മാസവും 1-ാം തീയതി ആകുമ്പോൾ കോർട്ടിൽ പോയിട്ട് ഞാൻ ഒപ്പുവെക്കണം. അത് എനിക്ക് മനസ്സാകെ തളർന്ന് ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥിച്ച 2 ദിവസം കഴിഞ്ഞ് ഞാൻ 22-ാം തീയതി പ്രാർത്ഥിക്കുന്നു. 25-ാം തീയതി ഹൈക്കോർട്ടിലിരുന്ന് വക്കീൽ വിളിച്ചേച്ചും പറയുകയാണ്, നിങ്ങൾ 1-ാം തീയതി കേസിൻ്റെ ഹിയറിംഗ് വരികയാണ്, കോർട്ടിലോട്ട് വരാനായിട്ട്. ഞാൻ അപ്പം തന്നെ 28-ാം തീയതി നവംബർ 28, 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ പോയപ്പോൾ എനിക്ക് വീണ്ടും വക്കീലിൻ്റെ അടുത്തിരുന്ന് ഫോൺ വന്നിട്ട്, നിങ്ങൾ 1.5 ലക്ഷം മാത്രം കൊടുത്താൽ മതി, അതിന് DD എടുത്തുകൊണ്ട് തന്നെ 1-ാം തീയതി ചെന്നൈയിലോട്ട് വന്നേക്ക്, കാര്യം നമ്മൾ കോർട്ടിൽ സംസാരിച്ച് ഇത് വന്ന് ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ യാതൊരു തീർച്ചയായിട്ടും ആർക്കും ഈ വിധി വരത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നല്ല ഉറപ്പാണ്. വക്കീൽ നമ്മളെ പറ്റിക്കുകയായിരിക്കും എന്നുള്ള ഓർമ്മയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ സഞ്ചരിക്കുന്ന മാതാവല്ലേ, എൻ്റെ കൂടെ വരണേ, എൻ്റെ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് കാശ് രൂപമായിട്ട് ഞാൻ അവിടെ പോയിട്ട് 1.5 ലക്ഷം രൂപയ്ക്കുള്ള DD-യുമായിട്ട് ഞങ്ങൾ കോർട്ടിൽ പോയപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത്, നിങ്ങൾ വെറും 1.5 ലക്ഷം മാത്രം അടച്ചാൽ മതി, ഈ കേസിലിരുന്ന് അവർ പിൻവലിച്ചിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞ് വിധിയുടെ കോർട്ടിൻ്റെ ഓർഡർ വരെ കയ്യിൽ തന്നു കഴിഞ്ഞു. ഇത് മാതാവല്ലാതെ വേറെ ആരെ കൊണ്ടും അത് ചെയ്യാൻ പറ്റത്തില്ല, നടക്കത്തില്ല. കാര്യം 2 കോർട്ടിൽ വിധി വന്നതാണ്. 3-ാമത്തെ കോർട്ടിൽ മാറാൻ വഴിയേ ഇല്ലാത്തൊരു സ്ഥലത്താണ് മാതാവ് എനിക്ക് വേണ്ടി അവിടെ പോയി പ്രവർത്തിച്ചത്.